ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എസ് എം സൊല്യൂഷൻസ്. നമ്മുടെ പ്രഡിക്ഷൻസിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിലാണ് ഇന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ കുറച്ച് മുന്നേ നമ്മുടെ സം ബേസിക് പ്രിൻസിപ്പിൾസ് ഏതിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രഡിക്ഷൻസ് കുറച്ച് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി അത് കാണുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രചോദനമാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ നമ്മൾ പ്രഡിക്ഷനിലേക്ക് കടക്കുകയാണ്. ലൈക്ക് ചെയ്യാത്തവർ വന്ന് ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ പ്രഡിക്ഷനിലോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതൊന്ന് വുഡ്സ് റിയാക്ഷനാണ്. നാളത്തെ എക്സാമിന് ചോദിക്കുന്നത് ഒന്ന് വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. പിന്നെ ചോദിക്കാൻ പോകുന്നത് കോൾബ്സ് റിയാക്ഷനാണ്. അല്ലെങ്കിൽ അത് രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നാളെ ചോദിക്കും. അടുത്തത് മെക്കാനിസത്തിലേക്ക് പോകുമ്പോൾ അരോമൈറ്റൈസേഷൻ, ഐസോമറൈസേഷൻ, പൈറോളിസിസ്, ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്രഡിക്ഷൻ കഴിഞ്ഞു. പിന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നത് സോഹൈസ് പ്രൊജക്ഷനും ന്യൂമാൻ പ്രൊജക്ഷനും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ്, വെയിറ്റ് ആക്കണം, നമുക്കിതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കി വെക്കുക. നമ്മുടെ പ്രിപ്പറേഷൻസ് ഓഫ് ആൽക്കീൻസ് ആണ്. അതൊക്കെ നോക്കുക. ആൽക്കൈൻ ഹാലൈഡിൽ നിന്നൊക്കെ കാര്യം ഉണ്ടാക്കുന്നതാണ്. ഒക്കെ നോക്കുക. ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ബോക്സിലാക്കിയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ചാപ്റ്റർ ആകുന്നത്. ഈ ചാപ്റ്റർ നമ്മുടെ ബോക്സിൽ ചോദിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് എന്താണ് കൺഫ്യൂഷൻ വരികയാണ്. ബോക്സിൽ ചോദിക്കുന്നു. മോഡൽ എക്സാമിനൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തറമായി പഠിക്കാൻ നോക്കുക ഓരോന്നും. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. അടുത്തത് പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. മർക്കോണിക്കോസ് റൂള് ചോദിച്ചിരിക്കും. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചിരിക്കും. മോഡലിന് ചോദിച്ചതാണെന്ന് വിചാരിച്ച് അത് പഠിക്കാതെ പോകരുത്. മർക്കോണിക്കോസ് റൂള് അല്ലെങ്കിൽ ആൻറ്റി മർക്കോണിക്കോസ് റൂള് ചോദിച്ചിരിക്കും. അതിൻ്റെ മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റൊക്കെ കാണാൻ അറിഞ്ഞിരിക്കണം. അടുത്തത് അതിൻ്റെ മെക്കാനിസത്തെ ഹോമോളിസിസും ഹോമോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിസം നോക്കുക. അഡീഷൻ ഓഫ് വാട്ടർ, ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമുണ്ട്, അത് നോക്കുക. പിന്നെ ഓരോരോ റിയാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഓസോണോളിസിസ് അത് നോക്കുക. ഓസോണോളിസിസ് നാളത്തെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോണോളിസിസ് പ്രൊപ്പീനിലേക്ക് ഓസോൺ ചേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്പീൻ ഓസോണോയിഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് സിങ്കിൻ്റെയോ വാട്ടറിൻ്റെയോ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? എത്തനാലും മെത്തനാലും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള കാര്യം നോക്കുക. അല്ലെങ്കിൽ പോളിമറൈസേഷൻ ചോദിക്കും. ഈ 3 എക്സാമ്പിൾ നോക്കി പോവുക. ആൽക്കൈൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അതിൻ്റെ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നോക്കുക. വിസിനൽ ഡിഹാൽഡിഹൈഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പ്രഡിക്ഷൻ ആയതുകൊണ്ട് ഇവിടെയും പോളിമറൈസേഷൻ ഉണ്ട്, ആ പോളിമറൈസേഷൻ നോക്കുക. സൈക്ലിക് പോളിമറൈസേഷൻ ഉണ്ട്, ആ പോളിമറൈസേഷൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു പോളിമറൈസേഷൻ നാളത്തെ എക്സാമിന് ചോദിക്കും. പിന്നെ ഈ അരോമാറ്റൈസേഷൻ ഹക്കിൾ റൂളൊക്കെ വെച്ചിട്ടുള്ളത് നോക്കുക. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിക്കുമെന്ന് ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ബെൻസീനിൻ്റെ പ്രിപ്പറേഷൻ അതെങ്ങനെയാണ്? ഒന്ന് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥീൻ വെച്ചിട്ടും ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്സിൻ്റെയും സോഡാലെയും വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. റിഡക്ഷൻ ഓഫ് ഫിനോളിൻ്റെ റിഡക്ഷൻ ചെയ്തിട്ടും ഒക്കെയാണ് എന്തുണ്ടാക്കുന്നത്. ഇതൊക്കെ നാളത്തെ എക്സാം ചോദ്യ പേപ്പറിൽ നിങ്ങൾ ചിലപ്പോൾ കാണാൻ പോകുന്നതായിരിക്കും. പഠിക്കണം. ഓക്കെ. ഹാലോജിനേഷൻ അത് നോക്കുക.
നാളത്തെ എക്സാമിന് ചോദ്യപേപ്പറിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ്, ഫെഡറൽ ക്രാഫ്റ്റാണ്. എല്ലാം പഠിക്കണം, ഇങ്ങനെ പോവുകയാണെങ്കിൽ നടക്കില്ല. എല്ലാം പഠിക്കണം, ഒന്നും ഒഴിച്ചിടരുത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. നമ്മുടെ പ്രഡിക്ഷൻസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. വുൾസ് റിയാക്ഷനൊക്കെ മറക്കാതെ പഠിക്കുക. കോൾപ്സ് റിയാക്ഷൻസ് ഒക്കെ നോക്കുക. ഓക്കെ, നാളത്തെ എക്സാമിന് ഇതൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞതൊക്കെ മൊത്തമായി അങ്ങനെ വരാൻ സാധ്യതയില്ലെങ്കിലും ഈ ചാപ്റ്ററിൻ്റെ കാര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാൽക്കുലേറ്റഡാണ് ഈ പ്രഡിക്ഷൻ. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ മുഴുവനായി പഠിക്കാൻ നോക്കുക. നാളത്തെ ഒരു ദിവസം ഫുള്ളായിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ. അത് മുഴുവനായും നിങ്ങളുടെ പഠനത്തിലേക്ക് മാറ്റുക. സോ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ.